സ്വാഭാവികമായിട്ടും RJ ബിൻസി എന്ന് പറയുന്ന ഒരു സ്ത്രീ മറ്റൊരു പുരുഷനുമായിട്ട് ചുംബിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുസ്ഥലത്ത് ചുംബിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ ചാച്ചൻ പ്രതികരിക്കാതെ ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കും അല്ലടാ ഫുൾ. ഒന്നാമത്തെ കാര്യം RJ ബിൻസി ഒരു ഉമ്മ കൊടുക്കണമെങ്കിൽ അതിന് ഒരു അർഹത വേണം, ഒരു മിനിമം ക്വാളിറ്റി വേണം. അതിനൊരു മിനിമം ക്വാളിറ്റി വേണമെന്നാണ് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു ചാനലിൽ എംബുഡ് എന്ന് പറഞ്ഞ ഒരു ചാനൽ ഒരു വീഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആ ചാനലിനകത്ത് നിന്ന് അവര് വീഡിയോ അങ്ങ് റിമൂവ് ചെയ്തതാണോ പ്രൈവറ്റ് ആക്കിയെന്ന് അറിഞ്ഞുകൂടി. ഇപ്പൊ ആ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ഇത് ആരെയും അപകീർത്തിപ്പെടുത്താനോ ആരെയും കരിവാരി തേക്കാനോ സമൂഹത്തിന്റെ മുന്നിലേക്ക് വലിച്ചു കയറാനോ ഇട്ടു കൊടുക്കാനോ തുടങ്ങിയ കാര്യങ്ങളൊന്നുമല്ല. ആ വീഡിയോ അതായത് അവർ പ്രൈവറ്റ് ആക്കി അതിനകത്തുള്ള ആ ഒരു ക്ലിപ്പ് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തും. അത് ഇപ്പൊ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് റീ എൻട്രി ചെയ്തതിന് ശേഷം ഈ RJ ബിൻസി എന്ന് പറഞ്ഞൊരു വ്യക്തി അനുമോൾക്ക് നേരെ തിരിഞ്ഞ ആ ഒരു ഡേ ഉണ്ടല്ലോ, ആ ഒരു നൈറ്റ് ഈവന്റ്, ഞാൻ ആ നൈറ്റ് ഈവന്റ് കുറച്ച് ഭാഗങ്ങൾ ഇതിനകത്ത് വെക്കാം. അത് വെച്ചാൽ മാത്രമേ ഇത് കാണുന്ന നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഞാൻ എന്താണ് നിങ്ങളുടെ അടുത്ത് കൺവിൻസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ. വീഡിയോ അവർ റിമൂവ് ചെയ്യുകയോ അത് ചിലപ്പോൾ അവരുടെ താല്പര്യമായിരിക്കും, അവർക്ക് വേണ്ടാന്ന് തോന്നിയ ഒരു കാര്യമായിരിക്കും. പക്ഷെ ഇതൊരു പ്ലാറ്റ്ഫോമിൽ വന്നൊരു സാധനം, ആ വന്നൊരു സാധനം നമുക്ക് എടുത്തു വെച്ച് പ്രോപ്പറായിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ ഒരു ഷോയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്തുള്ള കോണ്ടസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പെഷ്യലി അനുമോൾ എന്ന് പറഞ്ഞൊരു വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കിന് ഇമാതിരി പരിപാടികളൊക്കെ കാണിക്കുമ്പോഴും അല്ലെങ്കിൽ ഇതുപോലൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോഴും ഈ പൊതു സമൂഹത്തിന്റെ മുന്നിൽ വന്നിട്ട് ഞാൻ അങ്ങനെയല്ല, ഞങ്ങൾ ജസ്റ്റ് വേറൊരു രീതിയാണ് എന്നൊക്കെ പറയുന്നതിനകത്ത് എത്രത്തോളം അർത്ഥമുണ്ടെന്നും എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഇതുപോലെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതും എന്റെ കയ്യിൽ വന്നിട്ടുള്ള അതുപോലൊരു ക്ലിപ്പ് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താനും പോകുന്നത്. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമായിട്ട് കമന്റ് ചെയ്യാവൂ. പിന്നെ ഹൈപ്പ് കൊടുക്കാനുള്ളവർ വ്യക്തമായിട്ട് എന്റെ വീഡിയോയുടെ താഴെ ഹൈപ്പ് കൊടുത്താണ്. ഹൈപ്പിന്റെ കാര്യം മറന്നു പോകരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. ആദ്യം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബിഗ് ബോസിനകത്ത് ഇതേ വ്യക്തി തന്നെ കൊണ്ടുവന്നിട്ടുള്ള കുറച്ചധികം കോണ്ടന്റുകളുണ്ടല്ലോ, അത് റീ എൻട്രി ചെയ്തതിന് ശേഷം അതൊന്ന് കാണാം. അത് കണ്ടാൽ മാത്രമേ കാണാൻ പോകുന്ന കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഷാനവാസ് ഉൾപ്പെടെ അതെടുത്ത് ഇട്ടു. എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല. ഈ അനു ആണെങ്കിലും ഞാൻ ഇന്നലെ വന്നപ്പോൾ അനു പറഞ്ഞു അറിയാണ്ട് പറഞ്ഞു പോയത്, അപ്പൊ തന്നെ ശരത്തേട്ടനെ കാലെ പിടിക്കാൻ തൊട്ട് മാപ്പ് പറഞ്ഞെന്ന് പറഞ്ഞു. ഓക്കെ, ഇവരുടെ പ്രശ്നം അവിടെ തീർന്നു. പുറത്ത് ഞാനുണ്ടേ, ഞാൻ എഡിറ്റ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അനു പറയുന്നത് മനസ്സാവാസം അറിയാത്ത കാര്യത്തിന് കൊടുത്ത് അനു പറയുന്നത്. അപ്പൊ അനു ഇവിടെ കിടന്ന് എന്താ കാണിച്ചത്? അങ്ങനെ തിരിച്ചു ചോദിക്കാനാണെങ്കിൽ അതിന്റെ ഒരു 1% പോലും ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. അതായത് അനുമോൾ ബിഗ് ബോസ് വെച്ച് എന്താണ് പറഞ്ഞത്? ഈ പറയുന്ന ശരത് അപ്പാനിയും ഈ പറയുന്ന വ്യക്തിയും അതായത് RJ ബിൻസിയുമായിട്ട് എന്തൊക്കെയോ ഒരു ഇടപാടുകളുണ്ട്, അതിനകത്ത് എന്തോ റോങ് ഉണ്ട്, ഇത് ഭയങ്കരമായിട്ട് ബിൽഡപ്പ് ആവുന്നു, ഈ ഷോയിൽ ഇവരൊരു കോംബോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നല്ലോ. വ്യക്തമായിട്ട് നീ ഷോ കണ്ടവർക്കറിയാം, 2 ആഴ്ചയോട് കൂടി ഈ RJ ബിൻസി ഔട്ടായി പോയി. എന്നിരുന്നാൽ പോലും 2 ആഴ്ചക്കുള്ളിൽ അതുപോലൊരു സാധനം അനുമോൾക്ക് കണക്ട് ആയിട്ടുണ്ട്. ചിലപ്പോൾ അതിന് ഈ വീഡിയോ കാണുന്നവർക്കും ചിലപ്പോൾ പുറത്ത് ഈ ഒരു ക്ലിപ്പ് കാണുമ്പോഴത്തേനും നിങ്ങൾക്കും അത് കണക്ട് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. എന്നിട്ട് പറയാം അത് തമാശയായിരുന്നു, അനീഷിന്റെ അടുത്ത് കാണിച്ചു കൂട്ടിയതല്ല. അപ്പൊ ഞങ്ങൾ അടുത്തിരുന്ന് സംസാരിച്ചത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ്. അതിനെക്കാട്ടി കൂടുതൽ നെവിന്റെ അടുത്തിരുന്ന് സംസാരിച്ചല്ലോ, ആര്യന്റെ അടുത്ത് സംസാരിച്ചല്ലോ. അതും തമാശയായിട്ട് എടുത്തുകൂടെ? സ്വന്തം കാര്യം വരുമ്പോൾ അനുവിനല്ലോ അങ്ങനെ. പക്ഷെ എന്തായാലും ഈ ആര്യന്റെ അടുത്തും അല്ലെങ്കിൽ ഈ പറയുന്ന നെവിന്റെ അടുത്തും സംസാരിച്ചതോ അല്ലെങ്കിൽ അവരുടെ പുറത്ത് വെച്ചുള്ള ഒരു ആക്ടിവിറ്റീസ് ഒന്നും നമുക്ക് നിലവിൽ കിട്ടിയില്ല. എന്താ നോക്കാം നമുക്കില്ലേ. പല പ്രാവശ്യവും ഞാൻ ശ്രദ്ധിച്ചുള്ള കാര്യമാണ്. ഞാൻ അപ്പനെ കുറ്റം പറയില്ല. അപ്പനെ ഇരിക്കുമ്പോ നീ അപ്പായുടെ അടുത്ത് പോയി ഇരിക്കുന്നതും അപ്പനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ നിന്നെ തെറ്റിദ്ധരിക്കുന്നല്ല. അവിടെ നീ അപ്പാനി ഒരു ഫാമിലി ആയിട്ടുള്ളതാണ്. നമുക്ക് പുറമെ തോന്നുമ്പോ നീ അപ്പാനി ഒരു ഫാമിലി ഉള്ളതാണ്. അപ്പാനി പുറമെ നോക്കുമ്പോഴത്തേക്കും അങ്ങനല്ല കാണുന്നത്. അപ്പാനി അങ്ങോട്ട് വരുന്നില്ല, RJ ബിൻസി ഇങ്ങോട്ട് വരുന്നതാണ്. പക്ഷെ ഈ വീഡിയോക്കകത്ത് എനിക്കൊന്ന് അപ്പാനിയാണ് അങ്ങോട്ട് ചെല്ലുന്നത് കേട്ടോ. വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അനുമോൾക്ക് നല്ലൊരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ പല കാര്യങ്ങൾക്കും. അവിടെ വെച്ച് കണക്ട് ആയിട്ടുള്ള പല കാര്യങ്ങളും പിൽക്കാലത്ത് റിയാലിറ്റിയോട് കൂടി വന്നിട്ടുണ്ടെന്നുള്ളൊരു സാധനമായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമായിരിക്കും എന്തായാലും പറയുന്നത്. തലേ ദിവസം രാത്രി ഇരുന്നപ്പോ നീ ക്ലീവേജ് കാണിച്ച് അപ്പാനിയുടെ അടുത്ത് പോയി ഇരുന്നെന്ന് പറഞ്ഞവളാണ് അവള്. അതിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് അപ്പാനി ഇരുന്ന സമയത്ത് അപ്പാനിയുടെ മുന്നിൽ പോയിട്ട് ഈ RJ ബിൻസി എന്ന് പറഞ്ഞൊരു വ്യക്തി ക്ലീവേജ് കാണിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ക്ലീവേജ് കാണിച്ചിരുന്ന കാര്യം കണ്ടു.
അതെടുത്ത് പബ്ലിക്കിൽ വന്ന് പറഞ്ഞു തന്നു. എന്തായാലും ആ ഒരു ഷോ കണ്ടവർക്കും അതിനുശേഷം ചിലപ്പോൾ എൻ്റെ വീഡിയോ കണ്ടവർക്കും വ്യക്തമായി ഞാൻ എക്സാമ്പിൾ സഹിതം അല്ലെങ്കിൽ അതിനകത്ത് നടന്നിട്ടുള്ള ഇൻസിഡന്റ് എന്താണെന്ന് സഹിതം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് അനുമോളല്ല, മറ്റൊരു വ്യക്തിയാണ് ഇത് വ്യക്തമായിട്ട് ഈ പറഞ്ഞ ഷാനവാസിനോട് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ പിന്നെ അപ്പായി ഉച്ചയ്ക്ക് പറഞ്ഞതോ അപ്പാനി പോയിട്ടില്ല, അവളാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളതെന്ന് ഞാൻ എപ്പോഴെങ്കിലും ബിൻസി എടുത്ത് വന്നിട്ടുണ്ടോ? ബിൻസി പറ, ഞാൻ എപ്പോഴെങ്കിലും ബിൻസി എടുത്ത് അത് വ്യക്തമായിട്ട് പറഞ്ഞു കേട്ടോ. ബിൻസി എപ്പോഴെങ്കിലും ബിൻസിയുടെ അടുത്ത് വന്നിട്ടുണ്ടോ? ബിൻസി എന്താവോ എന്തോ ബിൻസിയുടെ അടുത്ത് വന്നിട്ടുണ്ടോ? ബിൻസിയുടെ അടുത്ത് വന്ന് കാണത്തില്ല, പക്ഷെ വരുമായിരിക്കും. ഞാൻ എപ്പോഴെങ്കിലും ബിൻസി എടുത്ത് മോശമായി, ഇവിടെ എല്ലാം കേൾക്കണം, ഞാൻ എപ്പോഴെങ്കിലും ബിൻസി എടുത്ത് വളരെ മോശമായിട്ടോ എന്തെങ്കിലും രീതിയിൽ അടുത്ത് വന്നിരിക്കുകയോ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ബിൻസിയാണ് എന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ വന്നിരുന്നിട്ടുള്ളത്, സംസാരിച്ചിട്ടുള്ളത്. അത് വേണ്ട അല്ലെങ്കിൽ അത് മോശമാണെന്ന് ഞാൻ ബിൻസി പറഞ്ഞിട്ടുണ്ടോ? അതാണ് സംഭവം. ബിൻസി അല്ല, ബിൻസിയാണ് എൻ്റെ അടുത്ത് വന്ന് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്, എൻ്റെ കൂടെ വന്നിരുന്നിട്ടുള്ളത്. ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം. എന്തായാലും വീഡിയോ നിങ്ങൾ മൊത്തം കാണുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എന്തോന്നുള്ളത്. ഓക്കെ, ഒരു ക്ലിപ്പും കൂടെ. എന്നെ കുറിച്ചില്ലേ ഇത് കൂട്ടി ചോദ്യവും 26 വയസ്സായിട്ട് നീ എന്ത് ചോദ്യം ചോദിച്ചോണ്ട് ഞാൻ ചോദിക്കും. സ്വാഭാവികമായിട്ടും RJ ബിൻസി എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഈ വീഡിയോ സത്യം പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി റിയാക്ട് ചെയ്തൊരു സാധനമാണ്. അതായത് ഉമ്മ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ക്വാളിറ്റി വേണമെന്ന്. ഓക്കെ, അപ്പൊ പിന്നെ ക്വാളിറ്റി നമുക്ക് കാണാം. ഒരു മറ്റൊരു പുരുഷനുമായിട്ട് ചുംബിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുസ്ഥലത്ത് ചുംബിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ ചാച്ചൻ പ്രതികരിക്കാതെ ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കും അല്ലടാ ഫുൾ. ഒന്നാമത്തെ കാര്യം, RJ ബിൻസി ഒരു ഉമ്മ കൊടുക്കണമെങ്കിൽ അതിന് ഒരു അർഹത വേണം, ഒരു മിനിമം ക്വാളിറ്റി വേണം. അപ്പൊ ഞാൻ ഒരാൾക്ക് കിസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അബ്ദുൽ കലാമിന് മാത്രം കൊടുക്കുള്ളൂ. ഓക്കെ, എന്തായാലും ഈ ഒരു പെൺകുട്ടി പറയുന്നത് ഈ പെൺകുട്ടിയുടെ ഒരു ഉമ്മ മേടിക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഒരു കെയർ കിട്ടണമെന്നുണ്ടെങ്കിലും അതിനൊരു പ്രത്യേക ഒരു ക്വാളിറ്റി വേണം. ആ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്റെ കയ്യിൽ നിന്നുള്ള ഒരു പരിചരണമോ അല്ലെങ്കിൽ ഒരു കിസോ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എന്നാണ് വ്യക്തമായിട്ട് പറയുന്നത്. അത് ഏത് രീതിയിൽ വേണമെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അക്ഷയ വഴിയാണ് ഈ പെൺകുട്ടിയിൽ നിന്നൊരു കിസ് മേടിക്കണമെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടതും. പിന്നെ വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ് കയറി ഇറങ്ങി സർട്ടിഫിക്കറ്റുകൾ മേടിച്ച് ലിസ്റ്റിലിടണം. ലിസ്റ്റിലിട്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ പെൺകുട്ടിയുടെ ഒരു ഉമ്മ മേടിക്കാനായിട്ട് ലഭിക്കും. ഓക്കെ, അപ്പോഴത്തേക്കും ഉള്ളു. പക്ഷെ ശരത്തപ്പനെ സംബന്ധിച്ചിടത്തോളം വയറിന്റെ താഴെ, അതായത് ഇടുപ്പിന്റെ അവിടെ ഇങ്ങനെ പിച്ചും ഇങ്ങനെ, അത് നല്ലൊരു ഇടപാടാ മോനെ, നല്ല പിച്ചാടാ, നല്ല പിച്ച, നല്ല രീതിയിൽ ഇങ്ങനെ ഒരു സന്തോഷം തരുന്ന ഒരു പിച്ചായിരിക്കും. ആ ഒരു പിച്ചയെ കൊടുത്തിട്ടാണ് ഈ ഒരു പെൺകുട്ടിയെ പറഞ്ഞു വഹിക്കുന്നത്. എന്തായാലും കൊള്ളാം. അപ്പം അനുമോള് പറഞ്ഞതിനകത്തും മറ്റു കാര്യങ്ങൾ നടന്നതിനകത്തും വ്യക്തമായിട്ടുള്ള സത്യങ്ങളൊന്നും ഇല്ലാന്നായിരിക്കും നിങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും പറയാനായിട്ട് വരുന്നത്. ഓക്കെ, എനിക്ക് എന്തായാലും മനസ്സിലാവുന്നില്ല. എന്തായാലും നോക്കട്ടെ. ഇനിയിപ്പം ഇങ്ങനെ ഒരു ചാനൽ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം അത് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ. പക്ഷേ ഇങ്ങനൊരു സാധനം സോഷ്യൽ മീഡിയ വന്നപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഇതിനകത്ത് എന്താണെന്നുള്ളതൊന്നും. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ നിങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ വേറെ രീതിയിൽ വളച്ചൊടിക്കുന്ന എനിക്ക് കുടുംബമുള്ളതാണ് മറ്റാണ് മറിച്ചാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിനകത്ത് എന്ത് വ്യക്തതയുള്ളത്? ഫ്രണ്ട്ഷിപ്പാണെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിന്റെ വയറിൽ വന്ന് ഇങ്ങനെ പിച്ചിട്ടൊക്കെ പോകുന്നതാണ് ഫ്രണ്ട്ഷിപ്പ്. അല്ല, എനിക്ക് അറിയത്തില്ല, എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിച്ചു. ഇങ്ങനെ ഒരു ചാനലിൽ വന്നതുകൊണ്ടേ നമുക്ക് നടന്ന് കാണിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ശരി.